ഒരു സാധാരണ കുട്ടിക്ക് തന്നെ ജനിക്കുമ്പോൾ അതിന് 1 തൊട്ട് 3% ഒരു ഡിഫക്റ്റ്, ഒരു ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പം കുടുംബത്തിലെ, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള 2 പേർ, അത് കസിൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി കസിൻ എന്ന് പറയും, അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ കസിൻ എന്ന് പറയും, അതായത് അപ്പൂപ്പൻ്റെ വഴിയിലുള്ള കസിൻസ് അല്ലെങ്കിൽ അമ്മ വഴിയുള്ള കസിൻസ്, അങ്ങനത്തെ. അപ്പം ഇത് രണ്ടിലും ഇവരുടെ ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാകാനുള്ള റിസ്ക് ഡബിൾ ആവുകയാണ്. മനസ്സിലായോ? അതായത് ഇതായത് 1 to 3% അല്ലെങ്കിൽ 2 to 5% എന്നുള്ളത് അതിൻ്റെ ഡബിളായിട്ട് 4 to 6% ആവുകയാണ്. മനസ്സിലായോ? അപ്പം സാധാരണ പോപ്പുലേഷൻ ഉള്ളതിനേക്കാളും ബൈ ഡിഫോൾട്ട് ഇവർക്ക് ഡബിളാണ്. പിന്നെ ഈ റെയർ ജനറ്റിക് ഡിസോർഡേഴ്സ് വരുന്നത് ഇങ്ങനെയുള്ള കപ്പിളിലാണ്. അതായത് നമ്മൾ എല്ലാവരും തന്നെ സമൂഹത്തിൽ ഏത് മനുഷ്യനായാലും ഒരു 6 തൊട്ട് 8 ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻസ്, അതായത് രോഗബാധിതമായ മ്യൂട്ടേഷൻസിന് വാഹകരാണ് ബൈ ഡിഫോൾട്ട്. അപ്പം നമ്മളിപ്പോൾ ഞാൻ എൻ്റെ കസിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതേ മ്യൂട്ടേഷൻ എനിക്കും അവർക്കും ഉണ്ട്, ഒരു കുടുംബത്തിലായതുകൊണ്ട്. അതെ. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അവർക്കും ചേർന്ന് ഉണ്ടാകുന്ന കുട്ടികളിൽ എവറി ചൈൽഡ് ഹാസ് എ 25% ചാൻസ് ഓഫ് ഹാവിങ് എ ജനറ്റിക് ഡിസോർഡർ. അതായത് ഓരോ പ്രഗ്നൻസിയിലും 25% റിസ്ക്കാണ് ആ ഒരു അഫക്റ്റഡ് ബേബി ഉണ്ടാവാൻ.